ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയാണ്. വെറും 30 കോടി ബജറ്റിൽ ഹോളിവുഡ് ലെവലിലാണ് പടം പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ മലയാള സിനിമയിൽ വലിയ ബജറ്റ് ഉണ്ടായിരുന്നിട്ടും വേസ്റ്റ് ആയി പോയ ചില സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് 2016 ജയരാജ് സംവിധാനം ചെയ്ത ജയരാജിന്റെ നവരസ സീരീസിലെ വീരം എന്ന സിനിമ. വടക്കൻ പാട്ടിലെ ചന്തുവിന്റെ കഥ പറയുന്ന സിനിമ 35 കോടി ബജറ്റിലാണ് ഷൂട്ട് ചെയ്തത്. പുലിമുരുകന് മുൻപ് ഇത്രയും വലിയൊരു ബജറ്റിൽ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ജയരാജ് പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ 100 കോടി വീരമായിരിക്കുമെന്നാണ്. പക്ഷേ 35 കോടി ഉപയോഗിച്ച് എത്രയൊക്കെ തള്ളി മറിച്ചിട്ടും സിനിമ കാര്യമായി ഒന്നും കളക്ട് ചെയ്തില്ല. മോഹൻലാൽ സിനിമയായ മലൈക്കോട്ടെ വാലിബൻ 25 കോടിയോളം ബജറ്റ് ഉപയോഗിച്ച് ഗംഭീര ആർട്ട് വർക്ക് ചെയ്ത് സെറ്റിട്ടെങ്കിലും ഏറെ പ്രതീക്ഷിച്ച ഈ പടം ബജറ്റിന്റെ 1/4 പോലും കളക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് രണ്ടാം ഭാഗം എടുക്കുന്നില്ല എന്ന് നിർമ്മാതാവ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു. ദിലീപിന്റെ ബാന്ദ്രയ്ക്ക് വേണ്ടി ചെലവാക്കിയത് 20 കോടിയോളം രൂപയാണ്. അതിൽ 2 കോടിയോളം രൂപ തമന്നയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു. പഴയ ബോംബെ നഗരത്തിന്റെ ഗംഭീര സെറ്റുകൾ ഇട്ടെങ്കിലും സിനിമയുടെ ബജറ്റിന്റെ 10 പോലും കളക്ട് ചെയ്തില്ല. 35 കോടിയോളം ചെലവഴിച്ച മമ്മൂട്ടിയുടെ മാമാങ്കം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി അനാവശ്യമായി സെറ്റിട്ട് പൈസ കളഞ്ഞുവെന്നും പ്രൊമോഷനിലൂടെ സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇല്ലാത്ത 100 കോടി പോസ്റ്ററിൽ അടിച്ചിറക്കിയതെന്നും സിനിമയുടെ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയിൽ കൊത്ത എന്ന പ്രദേശം തമിഴ്നാട്ടിലെ കാരക്കൊടിയിൽ സെറ്റിട്ടതും CGI ചെയ്തതുമെല്ലാം ഉൾപ്പെടുത്തി 35 കോടിയോളം രൂപ ചെലവഴിച്ചിരുന്നു. എന്നാൽ പക്ഷേ പടം തിയേറ്ററിൽ ഒന്നാന്തരം ബോംബായി മാറി. അൻവർ റഷീദ് ഫഹദ് ഫാസിൽ സിനിമയായ ട്രാൻസിൽ ഗംഭീര സെറ്റുകളും ആർട്ട് വർക്കും 10ലധികം ഇന്ത്യയിലെ വ്യത്യസ്ത ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്തെങ്കിലും പടത്തിന്റെ നല്ല കണ്ടന്റിനെ ഒഴിച്ചു നിർത്തിയാൽ ബോക്സ് ഓഫീസിൽ സിനിമ പരാജയമായിരുന്നു.